പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, മാർക്സിസ്റ്റ് പാഠശാലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നവരത്നങ്ങൾ എന്ന അധ്യായമാണ് കഴിഞ്ഞ 5 പ്രസംഗങ്ങളിലായി ആവർത്തിച്ചു പോരുന്നത്. ഇന്നതിൽ 6ാമത്തെ എപ്പിസോഡെന്ന നിലയിൽ സഹാവ് AK ഗോപാലൻ AKGയെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സമരാഗ്നികളുടെ നടുവിൽ വിടർന്ന ചെന്താമരയാണ് AKG. അതാണ് AKGയെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വരി എന്നെനിക്ക് തോന്നുകയാണ്. നവയുഗ ഭാരത മർദ്ദിത വിപ്ലവ കഥയുടെ നായകൻ AKG. ഇങ്ങനെ AKGയെ സമരമുഖത്ത് ജീവിതകാലം മുഴുവൻ അടിയുറച്ചു നിന്ന ആ സമരപുത്രനെ എങ്ങനെയെല്ലാമാണ് സഹൃദയന്മാരായ കവിമാർ വിശേഷിപ്പിച്ചിരുന്നത് എന്ന് എത്ര തന്നെ പറഞ്ഞാലും കേട്ടാലും മതിവരാത്തൊരവസ്ഥയിലാണ് AKG ഞങ്ങളുടെ എല്ലാം തലമുറയിൽ ഉദിച്ച് ഉയർന്ന് നിൽക്കുന്നത്. ഈ നൂറ്റാണ്ടിൻ ഇതിഹാസങ്ങൾ നൽകിയ നിധിയാണ് AKG. ഇതിൽ പരം മറ്റെന്താണ് AKG വിശേഷിപ്പിക്കാനുള്ളത്? പൊരുതും ഭാരത ജനകോടികളുടെ ഉയിരിനുയിരാണ് AKG. സമരമുഖങ്ങൾക്ക് ആവേശത്തിൻ പുതിയ കൊടുങ്കാറ്റ് AKG. ഇത് കവിതയാണെങ്കിൽ പോലും 1970കളിൽ കേരളത്തിലെ തിരുവോരങ്ങളിൽ അന്നത്തെ ചെറുപ്പക്കാരുടെ സംഘടനയെല്ലാം AKGയെ വരവേൽക്കാൻ വേണ്ടി വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളുമായിരുന്നു ഇത് എന്ന് പറയാനാണ് ഏറെ സന്തോഷം. ആ AKG അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വളരെ ചുരുക്കി പറയുക എന്നതാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. പാർലമെൻറ്റിനെയും കോടതിയെയും ഒരു സമരമുഖമായി കണ്ട് അതിനെ ആ നിലയിൽ വളർത്തിയെടുക്കുന്നതിന് അഹോരാത്രം പണിയെടുത്ത തൊഴിലാളി വർഗത്തിൻ്റെ കണ്ണിലുണ്ണിയാണ് AKG. AKGക്ക് തെരുവോരങ്ങളും പാർലമെൻറ്റും കോടതിയുമെല്ലാം പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള സമരങ്ങളുടെ പോരാട്ട വേദിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ സൂചിപ്പിച്ചത്. ഇന്ത്യ എന്ന വിസ്താരമുള്ള രാജ്യം ഒട്ടാകെ പോരാട്ട ഭൂമിയായി മാറ്റിയെടുക്കാൻ AKGക്ക് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കൊച്ചു സംഭവം രേഖപ്പെടുത്തി AKGയുടെ കഥ ആരംഭിക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കരുതുന്നത്. പെരുമ്പാവൂർ കോടതിയാണ് രംഗം. അവിടെ നടന്നൊരു സംഭവമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ജീവിതകഥ എന്ന AKGയുടെ ആത്മകഥയിൽ AKG തന്നെ അത് പകർത്തി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ പ്രതിപാദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. AK ഗോപാലൻ സബ് ഇൻസ്പെക്ടർ ചാണ്ടിയെ വിസ്തരിക്കുന്നതാണ് സന്ദർഭം. AKG ചാണ്ടി എന്ന സബ് ഇൻസ്പെക്ടർ വിസ്തരിക്കുക. നിങ്ങളുടെ പേരെന്താണ്? ഇൻസ്പെക്ടർ പറയുന്നു ചാക്കോ. AKG, നിങ്ങളെ കൈക്കൂലി വാങ്ങിയതിന് എപ്പോഴെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും കേസ് നിങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ? ഇൻസ്പെക്ടർ ഇതിന് മറുപടി പറയുന്നില്ല. അയാൾ AKG ഗൗരവത്തോടുകൂടി കണ്ണുവെച്ച് നോക്കുകയാണ്. AKG, മിസ്റ്റർ ചാക്കോ, നിങ്ങൾ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്നൊരു സാക്ഷിയാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഒരു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനെത്തിയ സബ് ഇൻസ്പെക്ടർ അല്ല. ഞാൻ പ്രതിയാണ്. നിങ്ങൾ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. AKG ചാക്കോ എന്ന സബ് ഇൻസ്പെക്ടറോട് പറയുക. തിരിഞ്ഞ് കോടതിയോട് AKG പറയുന്നു, സബ് ഇൻസ്പെക്ടർ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലെങ്കിൽ ഈ കേസ് വിസ്താരത്തിൽ പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാനും വിചാരിക്കുന്നില്ല. മജിസ്ട്രേറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇൻസ്പെക്ടറോട് ആവശ്യപ്പെട്ടു. ഇൻസ്പെക്ടർ അതിന് മറുപടി പറയുകയാണ്. കൈക്കൂലി കേസിൽ നിങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് AKGയുടെ ചോദ്യം. ഇൻസ്പെക്ടർ ചാക്കയുടെ ഉത്തരം ഇല്ല, അങ്ങനെ കൈക്കൂലി കേസ് ഉണ്ടായിട്ടില്ല. AKG, ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു എന്നും അത് കുറ്റമാണെന്നും നിങ്ങൾ പറയുന്നു. ആ മുദ്രാവാക്യം എന്താണ്? ഞങ്ങൾ വിളിച്ച കുറ്റകരമായ മുദ്രാവാക്യം എന്താണ്? ഇൻസ്പെക്ടർ, നിങ്ങൾ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു, അതൊരു കുറ്റമാണ്.
AKG ഏത് ഭാഷയാണ് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇൻസ്പെക്ടർ, അതെനിക്കറിഞ്ഞൂടാ. കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്നെനിക്കറിയാം. വീണ്ടും 3-4-5 ചോദ്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അവസാനം AKG ചോദിക്കുക, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയോ എന്ന്. കുഴപ്പമുണ്ടാക്കിയോ? ഞങ്ങൾ അക്രമാസക്തരായോ? ഇൻസ്പെക്ടർ, നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ഇൻക്വിലാബ് സിന്ദാബാദ് വിളിപ്പിച്ചു. നിങ്ങൾ അങ്ങുമിങ്ങും ഓടി നടന്നു. നിങ്ങൾ വിദ്യാർത്ഥികളോട് സ്കൂളിൽ പോകാതിരിക്കാൻ ആവശ്യപ്പെട്ടു. കരം കൊടുക്കാതിരിക്കാൻ പറഞ്ഞു. നിങ്ങളിവിടെ എത്തിയതിന് ശേഷം ആലുവായിലും പരിസരത്തും നിയമലംഘനങ്ങൾ നടന്നു. കോടതിയിൽ പോലും മർദ്ദകവീരന്മാരായ പോലീസ് ഇൻസ്പെക്ടർമാരോട് AKG പെരുമാറിയിരുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇവിടെ പ്രതിപാദിച്ചത്. വടക്കൻ പാട്ടിലെ തച്ചോളി ഉദയനെ പോലെ ആയില്യത്തു കുറ്റിയേരി ഗോപാലൻ നമ്പ്യാർ ഒരു വീര കഥാപാത്രമായിരുന്നു എന്നതാണ് ചുരുക്കം. വടക്കേ മലബാറിലെ ചിറക്കൽ താലൂക്കിൽ മാവിലായിലുള്ള മക്രേറി വില്ലേജിൽ 1904 ഒക്ടോബർ 1 ഗോപാലൻ ജനിച്ചു. അച്ഛൻ വെള്ളുവക്കണ്ണോത്ത് രൈരു നായർ, അമ്മ ആയില്യത്തു കുറ്റിയേരി മാധവിയമ്മ. അതൊരു പ്രഭു കുടുംബമായിരുന്നു. അച്ഛൻ ഒരു പുരോഗമന സ്വഭാവക്കാരനായിരുന്നു, പരിഷ്കർത്താവുമായിരുന്നു. അതിൻ്റെ പ്രകടിത രൂപമായിരുന്നു കാടാച്ചിറ എന്ന സ്ഥലത്ത് അദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ പോലും പൂർണ്ണമായി നടപ്പാക്കാനാവാത്ത മിശ്ര സ്കൂൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സ്കൂൾ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിച്ചിരുന്ന സ്കൂൾ അന്ന് വടക്കേ മലബാറിൽ നായർ സൊസൈറ്റിയുടെ സെക്രട്ടറിയും ഈ രൈരു നായരായിരുന്നു. നാട്ടിൽ വൈവിധ്യങ്ങളായ കൃഷി സമ്പ്രദായം നടപ്പാക്കിയതും അദ്ദേഹം തന്നെയായിരുന്നു. നായർ സമുദായത്തിലെ താലികെട്ടിനെ അതിനെതിരായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അച്ഛൻ രൈരു നായരാണ് സമുദായ ദീപിക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തുടർന്ന് അതിൻ്റെ പേര് വ്യവസായ മിത്രം എന്നായി മാറിയിരുന്നു. അപ്പോൾ ഗോപാലൻ്റെ അച്ഛൻ രൈരു നായർ ഒരു പൗരപ്രമുഖനായിരുന്നു. ആ നാട്ടിലെ പുരോഗതിക്ക് വേണ്ടി അനവരത പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ആളായിരുന്നു എന്നതാണ് അതിൻ്റെ ചുരുക്കം. അമ്മ മാധവിയമ്മ ഗോപാലൻ്റെ ജീവിതത്തിനെ ഏറെ സ്വാധീനിച്ചിരുന്ന വ്യക്തിയായിരുന്നു. രാഷ്ട്രീയ കാര്യം അതിലുപരി ഗോപാലൻ്റെ കാര്യവും അറിയുന്നതിനായി ദിവസവും വാർത്താപത്രങ്ങൾ വായിക്കുക മാധവിയമ്മയുടെ ഒരു ജോലിയായിരുന്നു. പരീക്ഷാ ഫീസ് അടയ്ക്കാൻ അച്ഛൻ നൽകിയ പണം അനാവശ്യമായി ചെലവഴിച്ചു. ഫീസ് അടയ്ക്കാൻ യഥാസമയം കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അമ്മയാണ് അതിന് പണം നൽകിയത്. ആഭരണം പണയം വെച്ചാണ് ആ പണം നൽകിയത്. ചിറക്കൽ താലൂക്കിലെ ആദ്യത്തെ താലൂക്ക് ബോർഡ് തെരഞ്ഞെടുപ്പിൽ രൈരു നായർ മത്സരിച്ചു. ഗോപാലന് രൈരു നായർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ, ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞത്, ജനങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ച രാഷ്ട്രീയ ബാലപാഠമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വിദ്യാർത്ഥി എന്ന നിലയിൽ വലിയ മിടുക്കൊന്നും ഗോപാലൻ കാണിച്ചിരുന്നില്ല. ഒരു ശരാശരി വിദ്യാർത്ഥിയാണ് എന്ന് തന്നെയല്ല, സ്കൂളിലെ ചീത്ത കുട്ടികളുടെ നേതാവായിരുന്നു ഗോപാലൻ. ഇത് AKG തന്നെ എഴുതി വെച്ചതാണ്. ഞാൻ ചീത്ത കുട്ടികളുടെ നേതാവായിരുന്നു എന്ന്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുക, അതിലേക്കുള്ള വിചാരണ നടത്തുക, ഇതൊക്കെയായിരുന്നു താല്പര്യം. ഡോക്ടർ, വക്കീൽ, ജഡ്ജി ഇത്തരം വലിയ ഉദ്യോഗത്തോട് ഒരു താല്പര്യവും ഗോപാലൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ജോലിയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഗോപാലനെ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം ആയിടയ്ക്കുണ്ടായി. ജയിൽ വിമോചിതരായി തലശ്ശേരിയിലെത്തിയ നേതാക്കന്മാർ യാക്കൂബ് ഹസൻ, ഗോപാലമേനോൻ, മാധവൻ നായർ എന്നീ നേതാക്കന്മാർക്ക് അവിടെ സ്വീകരണം ഒരുക്കിയിരുന്നു. ഗോപാലൻ്റെ നേതൃത്വത്തിൽ ചില വിദ്യാർത്ഥികൾ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഇതറിഞ്ഞ അധ്യാപകർ ഗോപാലനെയും കൂട്ടുകാരെയും നന്നായി ശിക്ഷിച്ചു, നല്ല അടികൊടുത്തു. ഹയർ സെക്കൻഡറിയിലെത്തിയ ഗോപാലൻ പഠിത്തത്തിൽ തീരെ താല്പര്യമില്ലാതായി. പഠിത്തം നിർത്തുന്നതിന് തീരുമാനിച്ചു. എന്നാൽ അച്ഛൻ രൈരു നായർ അധ്യാപകനാകുന്നതിനായി ഗോപാലനെ നിർബന്ധിച്ചു. ചില സൂത്രവേലകളെല്ലാം സ്വായത്തമാക്കി ഗോപാലൻ വിദ്യാർത്ഥികളെ കയ്യിലെടുക്കുന്ന സംവിധാനമാണ് നടപ്പാക്കിയിരുന്നത്. 7 വർഷം നന്നായി
അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം പണിയെടുത്തിരുന്നു. 2 വർഷം പെർളശ്ശേരി ബോർഡ് സ്കൂളിലും അധ്യാപകനായി ജോലി ചെയ്തു. ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഗോപാലൻ്റെ ജ്യേഷ്ഠൻ AK ശങ്കരൻ നമ്പ്യാരായിരുന്നു. ഗോപാലൻ്റെ ഒരു പാഠപുസ്തകം ഈ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പാഠപുസ്തകമായിരുന്നു. ഒരു വഴികാട്ടിയായിരുന്നു, ഒരു മാതൃകയായിരുന്നു. സാമൂഹ്യ മേഖലയിൽ നന്നായി നിറഞ്ഞു നിന്ന ദേഹമായിരുന്നു AK ശങ്കരൻ നമ്പ്യാർ. അധ്യാപകന് പൊതുജനങ്ങളുടെ നേതാവാകാനും സാധിക്കുമെന്ന് അദ്ദേഹം പഠിച്ചത് ഇതിലൂടെയാണ്. അധ്യാപക ജീവിതത്തെക്കുറിച്ച് ഗോപാലന് വ്യക്തമായ ചില ധാരണകൾ ഉണ്ടായിരുന്നു. ഒരു അധ്യാപകൻ്റെ ജീവിതം ഒരുതരം പൊതുജന സേവനമാണ്. ഒരു പിന്തിരിപ്പൻ അധ്യാപകന് വിദ്യാർത്ഥികളുടെ ഇന്നത്തെ വിനാശകരമായ വിദ്യാഭ്യാസ രീതിയുടെ പാവകളായി മാറാൻ കഴിയുന്നത് പോലെ വിപ്ലവകാരിയായ ഒരു അധ്യാപകന് നാളത്തെ പൗരന്മാരായി തീരാനും സാധിക്കും എന്ന് പഠിച്ചത് ഈ സ്കൂളിൽ നിന്നാണ്. ഇതിനിടയിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം ശ്രദ്ധയിൽപ്പെടുന്നു. ഇടയ്ക്ക് കണ്ടുമുട്ടിയ കൃഷ്ണപ്പണിക്കർ കോൺഗ്രസ് പാർട്ടിയിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും ഗോപാലൻ്റെ സഖാവായിരുന്നു. കോൺഗ്രസ് പാർട്ടി 1920 ഒരു പരിപാടി ആവിഷ്കരിച്ചു. 1921 ഖിലാഫത്ത് പ്രസ്ഥാനവും മാപ്പിള ലഹള എന്ന കാർഷിക സമരവും ഗോപാലനിൽ വമ്പിച്ച പ്രതികരണമാണ് സൃഷ്ടിച്ചത്. സാമ്രാജ്യത്വ വിരുദ്ധവും ജന്മിത്വ വിരുദ്ധവുമായ സമരമാണ് കോരിത്തരിപ്പിച്ചത്. ഖാദി വസ്ത്ര പ്രചാരണമായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി. എന്നാൽ 1920 സമരം ചൗരി ചൗര സംഭവത്തിനെ തുടർന്ന് ഗാന്ധിജി പിൻവലിക്കുകയായിരുന്നു. പിന്നെ 10 വർഷം കഴിഞ്ഞാണ് 1930 ഗാന്ധിജി നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചത്. ഈ സമരം ജനങ്ങളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. ഈ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം, നിയമലംഘന സമരം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. കേളപ്പൻ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഗോപാലൻ ജാഥയ്ക്ക് അകമ്പടി സേവിച്ചു. അധ്യാപക ജോലി ഉപേക്ഷിച്ച് ഗോപാലൻ സമരമുഖത്തേക്ക് ചാടിയത് അച്ഛനെയും കുടുംബക്കാരെയും എന്തെന്നില്ലാതെ ചൊടിപ്പിച്ചിരുന്നു. സമരത്തിന് ഭടന്മാരെ തിരഞ്ഞെടുത്ത് കണ്ണൂരിലേക്ക് അയക്കുക എന്ന പണിയാണ് ഗോപാലൻ ഏറ്റെടുത്തത്. തുടർന്ന് വീട് വിട്ട് ഗോപാലൻ കണ്ണൂർക്ക് പോയി. മാധവൻ എന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനായും ചേർന്ന് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. പോലീസ് ഗോപാലനെ അറസ്റ്റ് ചെയ്തു. ആദ്യം കണ്ണൂർ ജയിലിലും തുടർന്ന് വെല്ലൂർ ജയിലിലും അടച്ചു. അത് ഗോപാലൻ്റെ ആദ്യത്തെ ജയിൽവാസമായിരുന്നു. ഗോപാലനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ബഹിഷ്കരിച്ചു, ഹർത്താൽ ആചരിച്ചു. ജീവിതത്തിൽ ആദ്യത്തെ അറസ്റ്റിന് വിധേയനായ ഗോപാലൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഗാന്ധി ഇർവിൻ സന്ധിയെ തുടർന്ന് ജയിലിൽ കഴിഞ്ഞിരുന്നവരെ മോചിപ്പിച്ചു. ഗോപാലൻ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളിൽ മുഴുകി. കൂത്തുപറമ്പ്, മറ്റന്നൂർ എന്നിവിടങ്ങളിലും ദിവസങ്ങളിലും കാൽനടയായി സഞ്ചരിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ചു. കള്ളുഷാപ്പുകൾ പിക്കറ്റ് ചെയ്തു. ചിറക്കൽ, കോട്ടയം താലൂക്കുകളുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ മൈലുകൾ കാൽനടയായി സഞ്ചരിച്ചു. കോൺഗ്രസിലേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചിരുന്നു. മാറി ഉടുക്കാൻ വസ്ത്രം പോലുമില്ലാതെയാണ് 10-15 ദിവസങ്ങൾ കഴിയേണ്ടി വന്നത്. യാത്രാ സൗകര്യം തീരെയില്ലാത്ത വയനാട്ടിൽ പോലും 6 മാസം ക്യാമ്പ് ചെയ്ത് ഗോപാലൻ പ്രവർത്തിച്ചു. ഇതിനിടയിൽ 1932 നവംബർ 1 ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരം ആരംഭിച്ചു. രാവിലെ 3 മണിക്ക് ആരംഭിക്കുന്ന സമരം അർദ്ധരാത്രി 12 മണിക്കാണ് സമാപിക്കുന്നത്. സമരത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയിരുന്നത് ഗോപാലനായിരുന്നു. സത്യാഗ്രഹ സമരത്തിന് വലിയ ജനപിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇതിൽ അസ്വസ്ഥനായ സാമൂതിരി ബ്രിട്ടീഷ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സമരഭടന്മാരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. 4 സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. സമരഭടന്മാർ അത് നിരസിച്ചു. അർദ്ധരാത്രി പോലീസ് ഗോപാലനെ അറസ്റ്റ് ചെയ്തു. 6 മാസം തടവിന് ശിക്ഷിച്ചു. കണ്ണൂർ ജയിലിലാണ് ഗോപാലനെ അടച്ചത്. കഠിനമായ ജോലി ജയിലിൽ ഇവരെ വിട്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച തടവുകാർക്കെതിരെ ഭീകരമായ ലാത്തി ചാർജ് എല്ലാ മാസവും കൃത്യമായി മുറതെറ്റാതെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്നു. ഈ ജയിൽവാസത്തിനിടയിൽ ഗോപാലൻ P. കൃഷ്ണപിള്ളയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. കൃഷ്ണപിള്ള വല്ലാത്ത സ്വാധീനമാണ് ഗോപാലനിൽ ചെലുത്തിയത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഗോപാലന് പകർന്നു കൊടുത്തത് ഈ കൃഷ്ണപിള്ളയുമായി സന്ധിക്കുന്നതിന് ശേഷമാണ്. ജയിലിലെ മർദ്ദനം കൂടിക്കൊണ്ടിരുന്നു.
15-ലേറെ വരുന്ന ജയിൽ വാർഡന്മാർ വളഞ്ഞിട്ട് ഗോപാലനെ മർദ്ദിക്കുക എന്നത് പതിവായിരുന്നു. ശരീരത്തിൽ നിന്ന് ചോര പൊടിയുന്നതുവരെ ഇത് തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഗോപാലനെ തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജയിലിലേക്ക് മാറ്റി. അവിടെ കുപ്രസിദ്ധരായ തടവ് പുള്ളികളോടൊത്ത് ഗോപാലനെ പാർപ്പിച്ചു. അവിടുത്തെ തടവ് പുള്ളികളിൽ ബഹുഭൂരിപക്ഷവും മാനസിക രോഗമുള്ളവരാണ്. അവരോടൊപ്പമാണ് എ കെ ഗോപാലനെ തടവിൽ പാർപ്പിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് ഗോപാലൻ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചു. 6 ദിവസമായപ്പോൾ ജയിൽ സൂപ്രണ്ട് ഗോപാലനെ പ്രത്യേക തടവറയിൽ പാർപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി. വീണ്ടും 3 മാസം കഴിഞ്ഞാണ് ജയിൽ മോചനം ലഭിച്ചത്. ശാരീരികമായി വല്ലാതെ അവശനായ ഗോപാലൻ ഏതാനും ദിവസം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ഗുരുവായൂർ സമരമുഖത്തേക്കിറങ്ങി. സമരമുഖത്തേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നു. വൈകുന്നേരത്തെ പൊതുപരിപാടികൾക്ക് ശേഷം ഭജനപ്പാട്ടുകൾ പാടി അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമായിരുന്നു. ഇതിലൂടെ ഭക്തജനങ്ങളെ അടക്കം ആകർഷിക്കുക എന്നതായിരുന്നു സമരത്തിൻ്റെ ലക്ഷ്യം. സമരത്തിൻ്റെ ഉയർന്ന രൂപമെന്ന നിലയിൽ സെപ്റ്റംബർ മാസം കേളപ്പൻ നിരാഹാര സമരം ആരംഭിച്ചു. ഗോപാലൻ സമരഭടനായി. കേളപ്പന് കാവലായിരുന്നു. കേളപ്പന് കാവലിരുന്നത് ആ പഴയകാല ചിത്രം നോക്കുമ്പോൾ കേളപ്പൻ ഇങ്ങനെ തളർന്ന അവശനായി കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഗോപാലൻ എന്ന് പറയുന്ന സമരഭടൻ കാവലിരിക്കുകയാണ്. 10ാമത്തെ ദിവസം ഗാന്ധിജി സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കമ്മൽ സന്ദേശം ലഭിച്ചു. സമരം ഗാന്ധിജി ഏറ്റെടുക്കുമെന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ചതിനെ തുടർന്ന് ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ കേരളമൊട്ടുക്ക് സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. സമരഭടന്മാരിൽ നിന്ന് 20 പേരെ തിരഞ്ഞെടുത്തു. അതിൽ ഗോപാലനും ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ മേഖലയിലെ പ്രചാരണം പൂർത്തിയാക്കിയ ഗ്രൂപ്പ് സമരഭടന്മാർ തുടർന്ന് മലബാറിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയത്. എന്നാൽ കണ്ണൂർ വെച്ച് പോലീസ് ഗോപാലനെ അറസ്റ്റ് ചെയ്ത് 1.5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. ഗോപാലൻ ആദ്യം കണ്ണൂർ ജയിലിൽ 15 ദിവസം പാർപ്പിച്ചു. എന്നാൽ തുടർന്ന് മർദ്ദനമുറകൾക്ക് കുപ്രസിദ്ധി നേടിയ കർണാടകയിലെ ബെല്ലാരി ജയിലിലേക്ക് ഗോപാലനെ മാറ്റി. കഠിനമായ ശാരീരിക ജോലികളാണ് ഗോപാലന് നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ച് ഗോപാലൻ നിരാഹാര സമരം ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു. ജയിലധികാരികൾ മൂക്കിലൂടെ പാല് നൽകുന്നതിനുള്ള പരിശ്രമം നടത്തി. ഗോപാലൻ സർവശക്തിയും സമാഹരിച്ച് അതിനെ എതിർത്തു. 10ാമത്തെ ദിവസം പനിയെ തുടർന്ന് ഗോപാലൻ അബോധാവസ്ഥയിലേക്ക് നീങ്ങി. അധികാരികൾ ഗോപാലനെ വെല്ലൂർ ജയിലിലേക്ക് മാറ്റി. B ക്ലാസ് തടവ് മുറിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. 1933 ഡിസംബർ മാസം ഗോപാലനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ അച്ഛനും അമ്മാവനും ചേർന്ന് ഗോപാലൻ്റെ വിവാഹം നടത്തിയിരുന്നു. ഒരു കുടുംബ ബന്ധുവാകുന്ന കല്യാണിയാണ് ഗോപാലൻ വിവാഹം കഴിച്ചത്. ഗോപാലൻ അടിക്കടി ജയിലിലായതിനാൽ ഭാര്യ അവരുടെ വീട്ടിൽ പോയിരുന്നു. 1933 ജയിലിൽ നിന്നിറങ്ങിയ ഗോപാലൻ ഭാര്യയുടെ വീട്ടിൽ പോയി. പക്ഷേ ഭാര്യാപിതാവ് അമ്മാവൻ മകളെ ഗോപാലനോട് അയക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഗോപാലനെ കാണാൻ പോലും അനുവദിച്ചില്ല എന്നതാണ് വസ്തുത. കൂടാതെ മകൾക്ക് തന്നോട് ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ള കള്ളവും ഗോപാലനോട് ഭാര്യാപിതാവ് തട്ടിവിട്ടു. അങ്ങനെ മുറിഞ്ഞ ഹൃദയവുമായിട്ടാണ് ഗോപാലൻ അവിടെ നിന്ന് മടങ്ങിയത്. ദേശീയ പ്രസ്ഥാനത്തിൽ പുത്തൻ ആശയങ്ങൾ മുളപൊട്ടുന്നത് 1934 പാട്നയിൽ ജയപ്രകാശ് നാരായൺ നേതൃത്വം നൽകി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടന്നു. തുടർന്ന് കേരളത്തിൽ നിന്ന് P കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മറ്റു ചിലരും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കിസാൻ സഭയുടെ രൂപീകരണത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെയും കിസാൻ സഭയുടെ രൂപീകരണത്തിലൂടെയും കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. തുടർന്ന് നെയ്ത്ത് തൊഴിലാളി, ബീഡി തൊഴിലാളികൾ ഇവരെല്ലാം സംഘടിപ്പിച്ചു. റിക്ഷാ തൊഴിലാളികളുടെ സംഘടന എല്ലാ ടൗൺ പ്രദേശങ്ങളിലും ഉയർന്നു വരുന്നു. തൊഴിലില്ലായ്മയും ക്ഷാമവും കടുത്ത ദാരിദ്ര്യം, പട്ടിണി ഇവയെല്ലാം തൊഴിലാളികൾക്ക് നേരിടേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മദ്രാസിലേക്ക് ഒരു പട്ടിണി ജാഥ സംഘടിപ്പിക്കാൻ തയ്യാറായി. ഇതിനാകെ പ്രചോദനമായത് മിൽ തൊഴിലാളികൾ, ഫറോക്കിൽ നടന്ന പണിമുടക്ക് സമരം ഇവയെല്ലാമായിരുന്നു. പട്ടിണി ജാഥയുടെ ഡയറക്ടർ ഗോപാലനായിരുന്നു.
ഗോപാലൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രസിദ്ധമായ സമരമായിരുന്നു മദ്രാസിലേക്ക് നടത്തിയ പട്ടിണി മാർച്ച്. അരക്കാലം നിക്കറും കാക്കി നിക്കറും കാക്കി ഷർട്ടും ബെൽറ്റും ഈ വിസിൽ ഗാർഡും എല്ലാം കൂടെ ഒരു പടയാളിയുടെ പട്ടാളക്കാരൻ്റെ പോലീസുകാരൻ്റെ വേഷത്തിൽ നിൽക്കുന്ന AKGയുടെ ആ ചിത്രമെന്ന് പറയുന്നത് വളരെ ക്ലാസിക്കായ ചിത്രമാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. ചന്ദ്രോത്ത് കുമാരൻ സെക്രട്ടറിയും മുദ്രാവാക്യം അല്ലെങ്കിൽ പാട്ടുകാരുടെ നേതാവ് KPR ഗോപാലനുമായിരുന്നു. ജാഥയ്ക്ക് ആവേശം വേണം, അതിന് മുദ്രാവാക്യം വിളിക്കണം, അല്ലെങ്കിൽ പാട്ടുകൾ പാടണം. അതിൻ്റെ ചുമതല എന്ന് പറയുന്നത് KPR ഗോപാലനായിരുന്നു. നടന്ന് തളരുന്ന ജാഥാംഗങ്ങൾക്ക് ആവേശം പകരുന്നത് KPRൻ്റെ പാട്ടുകളായിരുന്നു. കല്യാശ്ശേരിയിൽ നിന്ന് സഖാവ് KPRൻ്റെ നേതൃത്വം ഒരു സംഘം കാൽനടയായി സഞ്ചരിച്ച് കൂത്തുപറമ്പിലെത്തി. കൂത്തുപറമ്പിൽ നിന്ന് 1000 പേരിലധികം അണിനിരന്ന ജാഥയും തലശ്ശേരിയിലെത്തി. പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരായി ശക്തമായൊരു പ്രചാരണ പരിപാടി നടത്താൻ ഈ ജാഥയിലൂടെ ഗോപാലനും മറ്റും കഴിഞ്ഞു. കേരളത്തിൽ എല്ലായിടത്തും ജാഥയ്ക്ക് വമ്പിച്ച വരവേൽപ്പ് ലഭിച്ചു. പണക്കിഴികൾ നാട്ടുകാർ സംഭാവനയായി നൽകി. തമിഴ്നാട്ടിലുടനീളം ജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണം ലഭിച്ചു. സേലത്തും ജാഥയ്ക്ക് 2 ദിവസം താമസിക്കുകയും പര്യടനം നടത്തുകയും ചെയ്തു. പല സ്വീകരണ കേന്ദ്രങ്ങളും ശ്രദ്ധേയമായിരുന്നു. ഈ യാത്രക്കിടയിൽ ഗോപാലൻ തമിഴ്നാട്ടിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് തുടങ്ങിയിരുന്നു. പട്ടിണി ജാഥ കാൽനടയായി 750 മൈൽ സഞ്ചരിച്ചു. 500 പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു. 2 ലക്ഷം ജനങ്ങളുമായി സംസാരിച്ചു. 25,000 ലഘുലേഖകൾ വിറ്റു. 150 രൂപ പിരിച്ചെടുത്തു. മദ്രാശിയിൽ 3000 പേർ ജാഥയായി വന്നാണ് ഈ പരിപാടിയെ, ഈ പട്ടിണി മാർച്ചിനെ സ്വീകരിച്ചത്. മദ്രാശിയിൽ സ്വീകരണത്തിൽ നേതൃത്വം നൽകിയത് P. രാമമൂർത്തിയായിരുന്നു. ജാഥയെ തുടർന്ന് നല്ല നടപ്പിനുള്ള ജാമ്യം കെട്ടിവയ്ക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ഗോപാലനും KPRും കേരളീയനും അതിന് തയ്യാറായില്ല. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഗോപാലനെ 9 മാസം തടവിന് ശിക്ഷിച്ചു. തൃച്ചി ജയിലിലാണ് ഗോപാലനെ അടച്ചത്. 1937 മദ്രാസ് പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടന്നതിനെ തുടർന്ന് രാജാജി മുഖ്യമന്ത്രിയായി. ഗോപാലനെ മറ്റ് 2 പേരെയും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മോചിപ്പിച്ചു. ഈ കാലയളവിൽ 1937 തിരുവിതാംകൂർ പ്രദേശത്ത് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ സ്വയംഭരണാവകാശമെന്ന മുദ്രാവാക്യം ഉയർത്തി ശക്തിയായ സമരങ്ങൾ അരങ്ങേറി. പോലീസ് ലാത്തി ചാർജും വെടിവയ്പ്പും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ തിരുവിതാംകൂർ മേഖലയിൽ ഗോപാലൻ്റെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. സർക്കാർ 144 പ്രഖ്യാപിച്ചു. NC ശേഖർ 144 ലംഘിച്ച് അറസ്റ്റ് വരിച്ചു. ജൂലൈ 15 തീയതി തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരം, സെപ്റ്റംബർ 21 കടപ്പുറത്ത് സമരം, ആഗസ്റ്റ് 31 നെയ്യാറ്റിൻകരയിൽ വെടിവയ്പ്, സെപ്റ്റംബർ 2 കൊല്ലത്തും വെടിവയ്പ് നടന്നു. അങ്ങനെ തിരുവിതാംകൂർ മേഖല ഒട്ടാകെ സംഘർഷഭരിതമായി. ചെങ്ങന്നൂർ വെടിവയ്പും ലാത്തി ചാർജും നടന്നു. 1938 സെപ്റ്റംബർ 9 തിരുവിതാംകൂർ പോകേണ്ട സഹാക്കൾക്ക് യാത്രയയപ്പ് സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടന്നു. സെപ്റ്റംബർ 14 എറണാകുളത്തെത്തിയ ജാഥാംഗങ്ങൾ സെപ്റ്റംബർ 19 ട്രെയിൻ മാർഗം ആലുവായിലെത്തി. വലിയ ആവേശകരമായ അനുഭവമാണ് അവിടെ ഉണ്ടായത്. പോലീസ് എല്ലാ സന്നാഹത്തോടെയും ജാഥയെ പിരിച്ചുവിടാൻ തയ്യാറായി നിന്നു. തൻ്റെ അടിയായി ബലിഷ്ഠനായ ഒരു ചെറുപ്പക്കാരൻ ഇൻസ്പെക്ടറോട് പറഞ്ഞു, സാറേ, അവരെ തുടരുത്, നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ വെടിവെച്ചോളൂ, ഒരു വിരോധമില്ല. മലബാറിൽ നിന്ന് വന്ന ഇവരിൽ ആരെയെങ്കിലും തൊട്ടാൽ പിന്നെ ഇവിടെ ഒറ്റയാളും ജീവനോടെ ബാക്കി ഉണ്ടാവില്ല, തീർച്ച എന്നാണൊരു സമരത്തിന് വന്ന ഒരു സഖാവ് അക്കാലത്ത് പോലീസ് ഓഫീസറോട് പറഞ്ഞത്. തുടർന്ന് കോളേജിൽ പ്രസംഗിച്ച ഗോപാലനെ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടു എന്ന പേരിലാണ് ആദ്യം സൂചിപ്പിച്ച അറസ്റ്റും കോടതി വിസ്താരവും ചാക്കോയെ വിസ്തരിച്ചതുമെല്ലാം സൂചിപ്പിച്ചത് ഈ അറസ്റ്റിനെ തുടർന്നാണ്. കേരളത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചു. P. കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ എന്നിവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു. പ്രവർത്തനം വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി പ്രഭാതം വാരിക തുടങ്ങാൻ തീരുമാനിച്ചു. EMS പത്രാധിപരും ഗോപാലൻ മാനേജരുമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പ്രഭാതത്തിൻ്റെ പണസമ്പാദനത്തിനായി ഗോപാലൻ സിലോൺ, സിംഗപ്പൂർ, ബർമ്മ എന്നിവിടങ്ങളിലേക്ക് ഒരു പര്യടന പരിപാടി സംഘടിപ്പിച്ചു. ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു. പുറം നാടുകളിലെ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഈ പര്യടനത്തിലൂടെ സാധിച്ചു. 1939 സെപ്റ്റംബർ 1 ആരംഭിച്ച 2ാം ലോക മഹായുദ്ധം
ബ്രിട്ടനെ അടിക്കാൻ കിട്ടുന്ന വടി ഉപയോഗിക്കണമെന്ന ഗാന്ധിജിയുടെ അഭിപ്രായത്തോട് വറദയിൽ ചേർന്ന കോൺഗ്രസ് AICC മീറ്റിങ്ങിൽ അസ്വാരസ്യം ഉയർന്നിരുന്നു. 1940 ജയപ്രകാശ് നാരായൺ ഗാന്ധിജിയുടെ ആ പ്രസ്താവന, വാർത്തയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ബ്രിട്ടനെ അടിക്കാൻ കിട്ടുന്ന വടി ഉപയോഗിക്കണമെന്നാണ്. ബ്രിട്ടനെതിരായി നിന്ന അന്നത്തെ സാമ്രാജ്യത്വ ശക്തി എന്ന് പറഞ്ഞാൽ ജർമ്മനി, ഇറ്റലിയും ജപ്പാനുമാണ് എന്ന് പറഞ്ഞാൽ അവരുമായി സഹകരിക്കണമെന്നാണ് കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ മീറ്റിങ്ങിൽ അതിനെതിരായ അപശബ്ദങ്ങൾ ഉയർന്നിരുന്നു. 1940 ജയപ്രകാശ് നാരായൺ കമ്മ്യൂണിസ്റ്റുകാരെ ആകെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മലബാർ, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഇടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നു പ്രാമുഖ്യം. അതിനാൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഒട്ടാകെ കമ്മ്യൂണിസ്റ്റായി മാറി. അതിലൂടെ AK ഗോപാലൻ, മറ്റ് നേതാക്കളെ EMS, P കൃഷ്ണപിള്ള, NC ശേഖർ, K ദാമോദരൻ എന്നിവരോടൊപ്പം കമ്മ്യൂണിസ്റ്റായി. 1936 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂണിറ്റ് പ്രവർത്തിച്ചു വരികയായിരുന്നു. തുടർന്ന് 2 വർഷത്തേക്ക് പാർട്ടി തീരുമാനപ്രകാരം ഗോപാലൻ പ്രവർത്തനം തമിഴ്നാട് തൃച്ചിയിലേക്ക് മാറ്റുകയുണ്ടായി. കല്യാണസുന്ദരവുമായി ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ 1941 സെപ്റ്റംബർ 16 പഴയൊരു വാറൻറ്റിൻ്റെ കേസിൻ്റെ പേരിൽ ഗോപാലനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദ്യം തൃച്ചിയിലും തുടർന്ന് വെല്ലൂർ സെൻട്രൽ ജയിലിലും ഗോപാലനെ അടച്ചു. കൈകാലുകൾ ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നതിനാൽ മറ്റ് സഹാക്കളുമായി ഗോപാലൻ നിരാഹാര സമരം ആരംഭിച്ചു. സമരം 19 ദിവസം വരെ നീണ്ടുനിന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് കാണിക്കുന്ന വിവേചനം ഒഴിവാക്കാമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചു. ജയിലിൽ കഴിഞ്ഞിരുന്ന ഗോപാലൻ, C കണ്ണൻ, ആന്ധ്രയിലെ 3 സഹാക്കൾ എന്നിവരോടൊത്ത് ജയിൽ ചാടി വടക്കേ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടുപോയി. 1939 സെപ്റ്റംബർ 1 ആരംഭിച്ച 2ാം ലോക മഹായുദ്ധം 1945 അവസാനിച്ചു. 39 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അത് വിലയിരുത്തിയിരുന്നത് ഈ യുദ്ധം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ നടത്തുന്ന യുദ്ധം എന്നാണ് വിലയിരുത്തിയിരുന്നത്. എന്നാൽ 1942 ആ യുദ്ധവും ആക്രമണവും സോവിയറ്റ് യൂണിയൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ യുദ്ധം ജനകീയ യുദ്ധമായി മാറി എന്ന് പ്രഖ്യാപിച്ചത്. ആ യുദ്ധം 1945 അവസാനിച്ചു. 1946 പ്രൊവിൻഷ്യൽ അസംബ്ലികളിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഗോപാലൻ കോഴിക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് പാർട്ടി തീരുമാനിച്ചു. ഗോപാലനെ കേരളത്തിലേക്ക് മടങ്ങി വരുന്നതിന് പാർട്ടി നിർദ്ദേശിച്ചു. കോഴിക്കോട് ചേർന്ന മഹാറാലിയിൽ EMS ആണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. റാലിയിൽ AKG എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് 10 മിനിറ്റ് പ്രസംഗിച്ച് കഴിയുന്നതിനു മുമ്പ് പോലീസ് അവിടെ എത്തുകയും ഗോപാലനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ ആരും വിജയിച്ചില്ല, ഒറ്റയാൾ ജയിച്ചില്ല. T പ്രകാശൻ മുഖ്യമന്ത്രിയായി മന്ത്രിസഭ രൂപീകരിച്ചു. സർക്കാർ തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. ഇലക്ഷനിൽ പരാജയപ്പെട്ടെങ്കിലും നാട്ടുകാരുടെയും സഹാക്കളുടെ ഇടയിൽ AKG സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി 1946 AKG ആയിരുന്നു. നിരവധി കേസുകൾ AKGക്കെതിരെ ചുമത്തിയിരുന്നു. ഓരോന്നിലും ജാമ്യമെടുത്തു പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ 1947 മാർച്ചിൽ മദ്രാസ് സർക്കാർ കമ്മ്യൂണിസ്റ്റുകാരെ കരുതൽ തടങ്കൽ എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സ്വാതന്ത്ര്യ കൈമാറ്റത്തിൻ്റെ തലേന്ന് ഓഗസ്റ്റ് 14 EMS അടക്കമുള്ള എല്ലാവരെയും മോചിപ്പിച്ചു. AKGയുടെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും മോചനം നടന്നില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരോദാത്തമായ സമരം സംഘടിപ്പിച്ച ആ സ്വാതന്ത്ര്യ സമര പടയാളി മാത്രം ബ്രിട്ടൻ്റെ കൽത്തുറങ്കിൽ സ്വാതന്ത്ര്യ പുലരിയുടെ ദിനത്തിൽ കഴിയുകയായിരുന്നു. ആഗസ്റ്റ് 15 AKG കരുതിയിരുന്ന ത്രിവർണ്ണ പതാകയും പിടിച്ച് ജയിലിനകത്ത് AKG അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് നടത്തുകയും അടുത്ത ബ്ലോക്കിൽ കഴിഞ്ഞിരുന്ന തടവറയിൽ കഴിയുന്ന ആളുകളെ കൂട്ടിനിർത്തി പതാക ഉയർത്തുകയും പ്രസംഗിക്കുകയും ചെയ്തു. എന്നാൽ അധികാരികൾ AKGക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച് നാടൊട്ടുക്ക് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടന്നു. എന്നാലും AKGയെ മോചിപ്പിച്ചില്ല. സെപ്റ്റംബർ 20 തടവിൽ പ്രതിഷേധിച്ച് മോചനം ആവശ്യപ്പെട്ട് AKG നിരാഹാര സമരം സംഘടിപ്പിച്ചു. 23ാമത്തെ ദിവസം ഒക്ടോബർ 12 അധികാരികൾ സഹാവിനെ മോചിപ്പിക്കാൻ തയ്യാറായി. വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്ന AKG വീട്ടിൽ കുറേ ദിവസം വിഷമിച്ചു.
കൃഷ്ണപിള്ള ഇതിനാകെ AKGയെ പരിപാലിക്കുന്നതിന് ശുശ്രൂഷിക്കുന്നതിന് നേതൃത്വം നൽകി. ആരോഗ്യം വീണ്ടെടുത്ത AKG ദേശാഭിമാനിക്ക് ഫണ്ട് ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി. എന്നാൽ 1947 ഡിസംബർ 17 വീണ്ടും AKG അറസ്റ്റ് ചെയ്ത് താമരശ്ശേരിയിൽ വെച്ച് തുടർന്ന് വെല്ലൂർ ജയിലിൽ അടച്ചു. അവിടെ വെച്ച് ഞാൻ AKGയെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് AKGയായി മാറുന്ന കഥ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് AKG ഇന്ത്യയിലൊട്ടാകെ നടത്തുന്ന സമരങ്ങളും പോരാട്ടങ്ങളും അത് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ദിവസം പ്രതിപാദിക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.